ഇച്ചിരി കൂടെ ഷുഗർ കോട്ട് ചെയ്ത് വരുന്ന കാര്യങ്ങളേ ഉള്ളൂ. അല്ലാതെ മലയാളം മൂവീസ് ഓൾവേസ് ബീൻ ക്വൈറ്റ് ഗുഡ്. ഫുള്ള് കുഞ്ഞിൻ്റെ ഇതൊക്കെയാണ്. വിശേഷം സിനിമ ഇറങ്ങി. വിശേഷമുണ്ടോ എന്ന് ചോദിക്കൂലേ. എങ്ങനെയുണ്ട് അർജുന അശോകനും നായികയൊക്കെ ഇവരുടെ കെമിസ്ട്രിയും കാര്യമൊക്കെ? കുഴപ്പമില്ലാതെ പോയി. എന്താ പറഞ്ഞു വയ്ക്കുന്ന പടം? ഫുള്ള് കുഞ്ഞിൻ്റെ ഇതൊക്കെയാണ്. ഇപ്പം ഫുള്ള് നടക്കുന്നതാണല്ലോ കുഞ്ഞുങ്ങളില്ലാതെ. അത് നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ടച്ച് ചെയ്യുന്ന ഒരു സിനിമ. അതെ 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 അതെ. എന്താ പറയാനുള്ള കൂടുതൽ പറയാനുള്ള സിനിമയെ കുറിച്ച്? കൂടുതലും ഇതന്നെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടല്ലോ. നാട്ടുകാരാണ് ഫുള്ളും ഇതാക്കി. അതെ, ക്ലീഷേഡ് മൂവി പോലെ തോന്നി. ഇച്ചിരി ഫ്ലാറ്റായി പോയി. ന്യൂലി മാരിഡ് കപ്പിൾസ് അവർ കുട്ടികളെ വേണ്ടി നോക്കുന്നതിന് വേണ്ടിയുള്ളൊരു ഇത് കാണിക്കുന്നൊരു മൂവി. ടെക്നിക്കൽ ആസ്പെക്റ്റിലേക്കൊന്നും പോയിട്ടില്ല. ആ കപ്പിളിൻ്റെ ഒരു സാഡ്നെസ്സിനെ കുറിച്ച് കൂടുതൽ മെൻഷൻ ചെയ്യുന്നു. പിയർ പ്രഷർ, സോഷ്യൽ പ്രഷർ, ഫാമിലി പ്രഷർ കാരണം വരുന്ന ഓരോരോ ബുദ്ധിമുട്ട്. ക്ലീഷേഡ് മൂവിയായി ഇപ്പോൾ എന്ന് വെച്ചാൽ ഇത് ബേസിസിൽ തന്നെ ഈ ഇടയ്ക്ക് ഇപ്പോൾ വിശേഷം എന്ന് പറഞ്ഞ സിനിമ, പിന്നെ അതിന് മുമ്പേ വേറൊരു സിനിമ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സിനിമകൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പുതിയതായിട്ട് പറയാനൊന്നുമില്ല. അർജുൻ അശോകൻ ഇല്ല, ഒന്നും പുതിയ ട്രൈ ചെയ്തില്ല. അത് ഇച്ചിരി ടെക്നിക്കലും ഇച്ചിരി എന്നാൽ ടെക്നിക്കലാക്കായിരുന്നു, പക്ഷെ ടെക്നിക്കലാക്കിയില്ല. ആസ് ഇൻ ഇതിൻ്റെ ഒരു പ്രോസസ്സിനെ കുറിച്ച് ഇപ്പം നേരത്തെ സിനിമയിലും വിശേഷത്തിൽ തന്നെ ജോണി ആൻ്റണി ചെയ്ത സെയിം റോൾ തന്നെ ഇതിൻ്റെ അകത്തും വേറൊരു ഡോക്ടറായിട്ട് ചെയ്യുന്നത്. സോ ഒരു ഫ്ലാറ്റായി പോയി. ഒരു പക്ഷേ നീറ്റ് മൂവി, ഫാമിലിക്ക് വന്ന് കാണാം. പക്ഷേ കൂടുതലൊന്നും എടുത്തു പറയാൻ ഇതൊക്കെ ഒന്നും. രണ്ടുപേരും അവർ മറ്റ് അനഘാന്ന് അത് രണ്ടുപേരും നല്ല, ഞാൻ പറഞ്ഞ പോലെ എടുത്ത് പറയത്തക്കത്തോളം ഒന്നും ഇല്ല സിനിമയിൽ. അവരുടെ ഇത് ഡീസൻ്റായിട്ട് ചെയ്തു. എല്ലാവരും റോൾ ഡീസൻ്റ്. സിനിമ വളരെ ഫ്ലാറ്റായി പോയി. അത് അങ്ങനെ മോശം പറയാനൊന്നുമില്ല. പക്ഷേ ഈ ഒരു സമയത്ത് ഇങ്ങനത്തെ ഒരു ക്ലീഷേഡ് ഒരു ഫ്ലാറ്റ് നോട്ടിൽ പോകുന്ന സിനിമ എത്രത്തോളം ഓടുന്നുള്ള കാര്യം മലയാള സിനിമയൊക്കെ ഇപ്പോൾ ഭയങ്കര ക്വാളിറ്റി ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2020 ഇല്ല, അതിൽ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറി മൂവിയിലേക്ക് വരാൻ പറ്റില്ല. 2025 ആക്ച്വലി സ്പീക്കിംഗ് മലയാളം സിനിമ പണ്ടത്തെ സിനിമയെന്ന് വെച്ചിട്ടും കൂടെ കൂടുതൽ ക്വാളിറ്റി എന്നാണ്. ഇപ്പോൾ ഇച്ചിരി ടെക്നിക്കലി കൂടിയപ്പോൾ നമുക്ക് തോന്നുന്നേ ഉള്ളൂ. ഇച്ചിരി കൂടെ ഷുഗർ കോട്ട് ചെയ്ത് വരുന്ന കാര്യങ്ങളേ ഉള്ളൂ. അല്ലാതെ മലയാളം മൂവീസ് ഓൾവേസ് ബീൻ ക്വൈറ്റ് ഗുഡ്. കുഴപ്പമില്ല. എങ്ങനെയുണ്ട് അർജുന അശോകൻ? കുഴപ്പമില്ല. അങ്ങനെ ഭയങ്കര അഭിനയം അങ്ങനെയൊന്നുമില്ല. നോർമൽ പടം. അതൊരു കുട്ടികളൊന്നും ഇല്ലാത്തവർക്ക് അതിനെ പറ്റിയൊക്കെ അതാണ് തീം. നേരത്തെ ഒരു വിശേഷം സിനിമ ഇറങ്ങി. വിശേഷമുണ്ടോ എന്ന് ചോദിക്കൂലേ. അതുപോലത്തെ തീം. പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് എല്ലാവരുടെയും? നായിക ഇറ്റ്സ് ഓക്കെ. കുഴപ്പമില്ല. തമാശ, ചെറിയ തമാശയൊക്കെ ഉണ്ട്. അർജുന അശോകൻ്റെ കൂട്ടുകാരായിട്ടൊക്കെ വരുന്നവരുടെ ചെറിയ തമാശ അങ്ങനെ നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്നിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഡബിൾ മീനിങ് ഒന്നും ഇല്ലാതെ ഒരു നല്ല സിനിമ. ഡബിൾ മീനിങ് അങ്ങനെയൊന്നുമില്ല. വീട്ടിൽ നിന്ന് കാണാൻ പറ്റും.